ഗുഡ് മോർണിംഗ് എവരിബഡി, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. വി ആർ ടോക്കിംഗ് അബൌട്ട് 3 ടൈപ്സ് ഓഫ് കിങ്ഡം. ഒന്ന് സ്പിരിച്വൽ കിങ്ഡം. ആദ്യത്തെ സ്പിരിച്വൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് ഈ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഈ വേൾഡിൽ വി ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്. നമ്മൾ ആത്മീയ, അതായത് സ്വർഗരാജ്യത്തിന് നമ്മൾ അനുരൂപരായിരിക്കും. നമ്മൾ സ്വർഗരാജ്യത്തിലാണ് നമ്മുടെ എന്നാ പറയുന്നത്, ദാറ്റ് ഈസ് ആ ഹോം. ഓക്കെ, നമ്മുടെ ഹോം അതാണ്. ഇവിടെ ജീവിക്കുന്ന ഒരു വീടൊക്കെ ഉണ്ട്, പക്ഷേ സ്വർഗത്തിലാണ് നമ്മുടെ ഒറിജിനൽ ഹോം. നമ്മൾ അവിടെ പോകാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത്. സോ സ്പിരിച്വൽ കിങ്ഡം ഞാൻ പറഞ്ഞു, എല്ലാവരും പാപിയാണ്, ഒരാൾ പോലും പാപമില്ലാത്ത. റോമൻസ് ചാപ്റ്റർ 3:23 says there is no difference at all. All have sinned and fall short of God's glory. റോമാക്കാർക്ക് എഴുതിയ 3:23 ഒരു ഭേദവുമില്ല, എല്ലാവരും തെറ്റിപ്പോയെന്ന്. എല്ലാവരും ആടുകളെ പോലെ ഇങ്ങനെ ചിതറിപ്പോയി, ആട്ടിടയനില്ലാത്ത ആടുകളെ പോലെ അവനവന് ഇഷ്ടമുള്ള പോലെ തോന്നിവാസം ചിതറി ജീവിച്ച് ഇഷ്ടം പോലെ ജീവിച്ചു. ദൈവം പറയുകയാണ്, ജനസിസ് ചാപ്റ്റർ 6:6, അത് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം തരും, ഭയങ്കര സങ്കടം വരും. ദൈവം പറയുകയാണ്, God regretted for creating man. ദൈവം അനുതപിച്ചു, ദൈവം സങ്കടപ്പെട്ടു, ദുഃഖിച്ചു, ഈ മനുഷ്യനെ ഞാൻ എന്തിനാണ് സൃഷ്ടിച്ചത്. അതുപോലെ പാപം പെരുകിക്കൊണ്ടിരുന്നു. പാപം പെരുകി അങ്ങനെ ദുഃഖിച്ച് കഴിഞ്ഞപ്പോഴാണ് 6-ാം അധ്യായത്തിൽ നോഹയോട് പറയുന്നത്, നീ യു ആർ എ റൈറ്റിയസ് മാൻ ഇൻ ദിസ് ഏജ്. നീ മാത്രമേ ഉള്ളൂ നീതിമാൻ ഈ യുഗത്തിൽ. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അതിൽ നീ മാത്രം നീതിമാനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു വലിയ കപ്പൽ പണിയുക. യു മേക്ക് എ ബിഗ് ആർക്ക്. അത് പണിതിട്ട് നീയും നിൻ്റെ കുടുംബവും മാത്രം, 8 പേര് മാത്രം. നോഹയ്ക്ക് 3 മക്കളായിരുന്നു, 3 മക്കളുടെ ഭാര്യമാരും നോഹയും നോഹയുടെ ഭാര്യയും. ഞാൻ അമേരിക്കയിൽ അവിടെ കെൻറ്റക്കി എന്ന് പല സ്ഥലത്ത് പോയപ്പോഴും അത് കണ്ടു. നോഹയുടെ പെട്ടകം അതുപോലെ ഒറിജിനലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാട്ട് എ വിസ്ഡം ഗോഡ് ഗേവ് ടു man. So I was so amazed to see that. Kentucky, Noah's Ark and Creation Museum and all that. Amazing it is. അവിടെ പോയി എല്ലാം കണ്ടു, നോഹയോട് സംസാരിച്ചു. ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോഹ എല്ലാ ആൻസറും പറയും. അപ്പം ഞാൻ കുറേ ചോദ്യമൊക്കെ ചോദിച്ചായിരുന്നു നോഹയുടെ വൈഫിനെ പറ്റി, നോഹയുടെ കുടുംബത്തെ പറ്റിയൊക്കെ, അതൊക്കെ പറയും. സോ ലൈക്ക് ദാറ്റ് നോഹ മാത്രം നീതിമാനുള്ളെന്ന് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ, ജനസിസ് ചാപ്റ്റർ 6. അപ്പം നീതിമാനായ കാരണം നോഹ ആർക്ക് പണിതു, നോഹയെ ആ കുടുംബത്തെ മാത്രം രക്ഷിച്ചു. ദൈവം എന്നാ ചെയ്തേ, ബാക്കിയുള്ളവരെല്ലാം